സുരാജ് വെഞ്ഞാറമൂടിൻ്റെ പുതിയ ചിത്രമായ എക്സ്ട്രാ ഡീസൻ്റ് എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പുറത്തു വന്നിട്ടുണ്ട്. അമീർ പള്ളിക്കലാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് കാണുമ്പോൾ അടുത്തൊരു ഫീൽ ഗുഡ് എൻ്റർടൈനർ ആയിരിക്കും ഈ ഒരു സിനിമയെന്നാണ് തോന്നുന്നത്. പ്രേമലു സിനിമയിൽ ആദ്യമായിട്ടെത്തിയ ശ്യാം മോഹനും ഈ ഒരു സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ സുധീർ കരമനയും. പുഷ്പ സിനിമയുടെ റിലീസ് ഡേറ്റ് മാറ്റിവെക്കുമെന്ന് നമ്മൾ കുറച്ച് മുമ്പിട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഓഗസ്റ്റിൽ തീരുമാനിച്ച പുഷ്പ സിനിമയുടെ റിലീസ് ഇപ്പോൾ ഡിസംബറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഡിസംബർ മാസത്തിൽ തന്നെയായിരുന്നു പുഷ്പ സിനിമയുടെ ആദ്യ ഭാഗവും റിലീസിനെത്തിയത്. ഓഗസ്റ്റ് മാസത്തിൽ ഒരുപാട് റിലീസുകൾ ഉള്ളതുകൊണ്ടാണ് പുഷ്പ സിനിമയുടെ റിലീസ് ഡിസംബർ മാസത്തിലേക്ക് മാറ്റിയതെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഈ വർഷം ഡിസംബർ 6-നാണ് പുഷ്പയുടെ രണ്ടാം ഭാഗം തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത്. അല്ലു അർജുൻ്റെ ഒരു കിടിലൻ പോസ്റ്ററും ഇന്നലെ സിനിമയുടെ ടീം പുറത്തുവിട്ടിട്ടുണ്ട്. സുരലൈ പോട്ടർ എന്ന സിനിമയുടെ ഹിന്ദി റീമേക്കിൻ്റെ റിലീസ് ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അക്ഷയ് കുമാറാണ് ഈ ഒരു സിനിമയിൽ നായകനായിട്ട് എത്തുന്നത്. അതുപോലെ സൂര്യ ഈ ഒരു സിനിമയിൽ ക്യാമിയോ റോൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ സുധാ കൊങ്കര തന്നെയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. അടുത്ത മാസം 12-ാം തീയതി സിനിമ തിയേറ്ററിലേക്ക് എത്തും. രാജമൗലി മഹേഷ് ബാബു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഉടനെ ആരംഭിക്കുമെന്നാണ് പറയുന്നത്. രാജമൗലി മഹേഷ് ബാബു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഈ വർഷം അവസാനം തുടങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഓഗസ്റ്റ് 9-ന് പുറത്തുവിടുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. മഹേഷ് ബാബുവിൻ്റെ ക്യാരക്ടർ ഹനുമാനിൽ നിന്നും ഇൻസ്പയർഡ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ ആമസോൺ ഫോറസ്റ്റുകളിലാണ് സിനിമയുടെ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യുന്നത്. ലിയോ സിനിമയിൽ ഉപയോഗിച്ച റെഡ് എന്ന ക്യാമറ ഇപ്പോൾ യഷിൻ്റെ ടോക്സിക് എന്ന സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പോവുകയാണ്. രാജീവ് രവിയാണ് ഈ ഒരു സിനിമയ്ക്കായി DOP കൈകാര്യം ചെയ്യുന്നത്. ഈ ഒരു സിനിമയുടെ ലുക്ക് ടെസ്റ്റൊക്കെ കഴിഞ്ഞതാണ്. 200 ദിവസം ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാമറ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഗീതു മോഹൻദാസാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇതൊരു ഗാങ്സ്റ്റർ ഫിലിം ആയിരിക്കും എന്നാണ് പറയുന്നത്. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.